നവംബർ മാസം മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പെൻഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതായത് 1600 രൂപയായിരുന്ന നമ്മുടെ പെൻഷൻ 400 രൂപ കൂടെ കൂട്ടിയിട്ട് 2000 രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നവംബർ മാസം മുതൽ നമുക്ക് ഈ ഒരു എമൗണ്ടാണ് പെൻഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു എമൗണ്ട് 2500 രൂപ, അതായത് 2000 രൂപയിൽ നിന്നും 500 രൂപയോളം കൂട്ടിയിട്ട് 2500 രൂപയാക്കി മാറ്റുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സർക്കാർ ഭരണത്തിൽ വരുന്ന ആ ഒരു ടൈമിൽ പെൻഷൻ എമൗണ്ട് 2500 രൂപയാക്കി മാറ്റും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു എമൗണ്ട് ഇപ്പോൾ 2000 രൂപ വരെ ആക്കി അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ 500 രൂപ കൂടെ കൂട്ടിയിട്ട് 2500 മാറ്റും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൻഷൻ എമൗണ്ട് ചിലപ്പോൾ ഇത് കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടർന്നുള്ള മാസങ്ങളിൽ 2500 രൂപയാക്കിയിട്ട് അത് മാറ്റുന്നതായിരിക്കും. എന്നാൽ ഇതുവരെയും ഈ ഒരു എമൗണ്ട് 2500 ആക്കി മാറ്റുമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകളും ഇതുവരെയും വന്നിട്ടില്ല. ചിലപ്പോൾ നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് കൂട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് അപേക്ഷകൾ കൊടുക്കുക. കാരണം ഈ ഒരു എമൗണ്ട് 2500 ആക്കി മാറ്റുവാണെങ്കിൽ ഒരു നല്ലൊരു രീതിയിലൊരു എമൗണ്ട് ആയിരിക്കും നമുക്കൊരു മാസം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാനുള്ളവർ ആ ഒരു അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പക്ഷേ ഈ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം വേണം നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു അർഹത പരിശോധിച്ചിട്ട് അവർ ആ ഒരു പെൻഷൻ സ്കീമിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഇപ്പോൾ 2500 ആക്കി മാറ്റുവാണെങ്കിൽ അതൊരു വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും. ഒത്തിരി പേർക്ക് പ്രത്യേകിച്ച് ഈ വൃദ്ധജനങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്നവർക്കൊക്കെ അത് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിധവാ പെൻഷനൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ആ ഒരു പെൻഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ നിങ്ങൾ അത് കൊടുക്കുക. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. മുന്നത്തെ വീട്ടിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാർഷിക വരുമാനമാണ്. അതിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ കുടുംബ വരുമാനമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ നമ്മുടെ ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ സ്കീമിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ചിലരോടൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നവർ മാത്രം നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്ന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. നിങ്ങളിപ്പോൾ കുറച്ച് 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. നിങ്ങൾ അതിന് ശേഷം മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മാസത്തെ, അതായത് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യാത്ത മാസത്തിലെ പെൻഷൻ നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നതല്ല. നിങ്ങൾ എന്നാണോ മസ്റ്ററിങ് ചെയ്ത് കഴിയുന്നത് അതിന് ശേഷം മാത്രമുള്ള പെൻഷൻ സ്കീമിലോട്ട് മാത്രമേ നിങ്ങളെ ആഡ് ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കാം. കാരണം ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ കൂട്ടുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തത്തുള്ളൂ. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.